Good morning. Welcome to today's section of CTTF Digital. Today we have the topic XML introduction and XML syntax and tags. Okay, so ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് എന്താണ് XML എന്നും അതുപോലെ തന്നെ XML സിൻടാക്സിനെ കുറിച്ചിട്ടും ടാഗ്സിനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഈ ഒരു അതായത് ഡേറ്റ സ്റ്റോറേജിൻ്റെ അകത്തും ഡേറ്റ ഷെയറിങ്ങിൻ്റെ അകത്തും വെബ് ടെക്നോളജീൻ്റെ അകത്തും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് XML എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഈ XML എന്ന് പറയുന്നത്? വിച്ച് സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, XML എന്ന് പറയുന്നത് എന്താ? എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, HTML എന്തായിരുന്നു? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആയിരുന്നു, റൈറ്റ്? അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, XML പറഞ്ഞു എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും കോൺഫിഗറേഷൻ ഫയൽസിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു XML കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് XML? എന്താണ് XML എന്ന് പറയുന്നത്? We all know that XML stands for Extensible Markup Language. Okay, ഇതൊരു മാർക്കപ്പ് ലാംഗ്വേജ്. HTML പോലെ തന്നെ മറ്റൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് XML എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ HTML പോലെയല്ല. XML എന്ന് പറയുന്നത് ഒരിക്കലും വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, ജസ്റ്റ് ലൈക്ക് HTML. ബട്ട് അൺലൈക്ക് HTML, XML is not used for designing web pages. ഓക്കെ, XML എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റാസിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡേറ്റാസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പലതരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ അകത്ത് ഡേറ്റാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു XML കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ HTML എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്? ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML യൂസ് ചെയ്യുന്നത്. ഓക്കെ, HTML is used to display ഡേറ്റ. ബട്ട് XML എന്താ ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുകയും അതുപോലെ തന്നെ ഡേറ്റാസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോർസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഡേറ്റ, ഇതാണ് XML എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു HTML ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡേറ്റ ഒരു വെബ് പേജിൻ്റെ അകത്ത് ലുക്ക് ചെയ്യുന്നത്, അതായത് അതിൻ്റെ പ്രസൻറ്റേഷനെയാണ് HTML ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ XML എന്ന് പറയുന്നത് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഏത് ഡേറ്റയാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള കോണ്ടന്റ് ഒക്കെയാണ് XML ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി XML എന്ന് പറയുന്നത് ഡേറ്റ ഷെയറിങ്, അതായത് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ്റെ ഇടയിലുള്ള ഡേറ്റ ഷെയറിങ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റാ ബേസസ് പ്ലാറ്റ്ഫോംസിനൊക്കെയുള്ള ആ ഒരു ഡേറ്റ ഷെയറിങ്ങിന് ഇത് ഈ ഒരു XML യൂസ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, ദിസ് മേക്സ് XML യൂസ്ഫുൾ ഫോർ ഡേറ്റ ഷെയറിങ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ, ഡേറ്റാ ബേസസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ ഒന്നാണ് XMLൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ ഒന്നാണ് എന്താണ്? ബോത്ത് ഹ്യൂമൻ റീഡബിൾ ആൻഡ് മെഷീൻ റീഡബിൾ. ഇത് എന്താണ്? രണ്ടും ഹ്യൂമൻ റീഡബിളും ആണ്, അതേപോലെ തന്നെ മെഷീൻ റീഡബിളും ആണ്. ഓക്കെ, അതായത് ആർക്ക് വേണമെങ്കിലും ആ ഒരു ടാഗ് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് മെഷീൻസിന് ഈ ഒരു XML ഡേറ്റ എഫിഷ്യൻ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, anyone can understand the tag easily and machine can process XML data efficiently. എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് കൊടുത്തു, ദെൻ സ്റ്റുഡൻറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ നെയിം എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി രാഹുൽ എന്ന് പറയുന്ന നെയിം ആണ് വരേണ്ടത്. സോ നെയിം രാഹുൽ, നെയിം ക്ലോസ് ചെയ്തു. ദെൻ നമ്മൾ ഏജ് കൊടുക്കുവാണ്. സോ ഏജ് ടാഗ് ഓപ്പൺ ചെയ്തു, ഏജ് ക്ലോസ് ചെയ്തു. ദെൻ കോഴ്സ് PGDCA കോഴ്സ്. ഓക്കെ, സ്റ്റുഡൻറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന നെയിം, ഏജ് 21 ആൻഡ് അത് ഓപ്റ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് PGDCA ആണ്, റൈറ്റ്?
ഇനി ഈ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്നത് എന്താ ആക്ച്വലി? ഈ ഒരു സ്റ്റുഡൻറ്, അതായത് ആ ഒരു സ്റ്റുഡൻറ് വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഒരു റൂട്ട് എലമെന്റ് ആണ്. ഓക്കെ, സ്റ്റുഡൻറ് എന്ന് പറയുന്നത് റൂട്ട് എലമെന്റ് ആണ്. അതേപോലെ തന്നെ നെയിം, ഏജ്, കോഴ്സ്. ഓക്കെ, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, കോഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? ചൈൽഡ് എലമെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഡേറ്റ ഇൻസൈഡ് ദ ടാഗ്സ് റെപ്രസെന്റ്സ് ദ ആക്ച്വൽ ഇൻഫർമേഷൻ. ഓക്കെ, ആ ഒരു ടാഗിന്റെ അകത്ത് വരുന്ന ഡേറ്റയാണ് ഈ ഒരു ആക്ച്വൽ ഇൻഫർമേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. XML എന്തിനൊക്കെ നമ്മൾ അനുവദിക്കുന്നുണ്ട്? നമ്മുടെ ഓൺ ടാഗ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. അത് ഫ്ലെക്സിബിൾ ആക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, XML allow you to define your own tags, making it flexible. നമ്മുടേതായ ടാഗ് എന്ന് പറയുന്നത് എന്താണ്? നെയിം, കോഴ്സ്, ഏജ്, ഇതൊക്കെ നമ്മുടെ ടാഗ്സ് ആണ്. സോ അത് ഡിഫൈൻ ചെയ്യുകയും അതിനെ ഫ്ലെക്സിബിൾ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കും ഈ XML ആവശ്യമായിട്ട് വരുന്നത്? വൈ XML is needed? എന്തുകൊണ്ടാണ് XML നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? ബിഫോർ XMLന് മുന്നേ എല്ലാ സിസ്റ്റവും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് പലതരത്തിലുള്ള ഫോമാറ്റിലായിരുന്നു. ഓക്കെ, XML വരുന്നതിന് മുന്നേ എല്ലാ സിസ്റ്റവും ഡേറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ഫോമാറ്റിലായിരുന്നു. ഓക്കെ, അപ്പൊ ഈ XML gives one common format that all system can understand. അപ്പോൾ XML വന്നതിന് ശേഷം XML നമുക്ക് എന്ത് തന്നു? ഒരു കോമൺ ആയിട്ടുള്ള ഫോമാറ്റ് തന്നു. ആ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റത്തിനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ബെനിഫിറ്റ്സ് ഓഫ് XML എന്താ? ഇത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്തും ഇതിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് വിൻഡോസിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും മാക്കിലാണെങ്കിലും ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഇതിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് can be used by any programming language, that is Java, Python, C# ഒക്കെ പോലെയുള്ള ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും can be used by any programming language. സോ എന്താണ്? ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് സെൽഫ് ഡിസ്ക്രിപ്റ്റീവ്. സെൽഫ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ടാഗുകളൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്? ഡേറ്റനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാഗ്സ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡേറ്റനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നെയിം എന്ന് പറയുന്നത് എന്താ? രാഹുൽ. ആ ഒരു നെയിം ക്ലോസ് ചെയ്തു. യു നോ ഇറ്റ് ഈസ് എ നെയിം, റൈറ്റ്? അതായത് നമ്മൾ ഈ ഒരു ടാഗ് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം? അത് രാഹുൽ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റുഡൻറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ നെയിം ആണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇനി ഏജ് 21, ഏജ് ക്ലോസ് ചെയ്തു. ദെൻ എന്തറിയാം? ആ കുട്ടിയുടെ ഏജ്, അതായത് രാഹുൽ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന്റെ ഏജ് ആണ് 21 എന്ന് പറയുന്നത്. ദെൻ കോഴ്സ് PGDCA കൊടുത്തു. ഓക്കെ, അപ്പൊ എന്തറിയാം? ആ രാഹുൽ എന്ന് പറയുന്ന 21 years old രാഹുൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് ആണ് PGDCA. ഓക്കെ, നെക്സ്റ്റ് ഈസി ഡേറ്റ ഷെയറിംഗ്. മേക്ക് ഇറ്റ് ഈസി ഫോർ ഡിഫറെന്റ് സിസ്റ്റംസ് to exchange and use data. Okay, make it easy for different systems. ഡിഫറെന്റ് സിസ്റ്റത്തിനെ ഡേറ്റാസ് യൂസ് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും വളരെ ഈസി ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഈസി ഡേറ്റ ഷെയറിംഗ്. ഇനി എവിടെയാണ് ഈ XML യൂസ് ചെയ്യുന്നത്? വേർ ഈസ് XML യൂസ്ഡ്? XML is used in many technologies today, even if we don't see it directly. Okay, അതായത് XML എന്ന് പറയുന്നത് ഒരുപാട് ടെക്നോളജീസിൽ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇഫ് വി ഡോണ്ട് സീ ഇറ്റ് ഡയറക്ട്ലി, അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ടെക്നോളജീസിൻ്റെ അകത്ത് ഇന്നത്തെ കാലത്ത് XML യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ യൂസ് ഓഫ് XML എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് വെബ് സർവീസസ്. ഓക്കെ, വെബ് സർവീസസ് ഇത് യൂസ് ചെയ്യുന്നത്
ഡേറ്റാസ്, അതായത് ഈ ആപ്ലിക്കേഷന്റെ ഇടയിൽ ഡേറ്റാസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സർവീസ്, വെബ് സർവീസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഡ് ടു സെൻഡ് ആൻഡ് റിസീവ് ഡേറ്റ ബിറ്റ്വീൻ applications. Okay, SOAP and REST, SOAP and REST. Okay, next, configuration files. Software settings are stored in XML files. Okay, സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ് ഒക്കെ തന്നെ സ്റ്റോർ ചെയ്യുന്നത് XML ഫയൽസിൻ്റെ അകത്താണ്. ഓക്കെ, സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ് ആർ സ്റ്റോർഡ് ഇൻ XML ഫയൽസ്. ഫോർ എക്സാമ്പിൾ, ജാവ ആൻഡ്രോയിഡ് നെറ്റ് .net. ഓക്കെ, ജാവ ആൻഡ്രോയിഡ് .net. സോ സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത് XML ഫയലിൻ്റെ അകത്താണ്. നെക്സ്റ്റ്, ഡേറ്റ എക്സ്ചേഞ്ച്. ഓക്കെ, ഡേറ്റ എക്സ്ചേഞ്ച് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്, അതായത് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡേറ്റ ഷെയർ ചെയ്യുന്നത് ത്രൂ XML ആണ്, ഇൻ APIs. ഓക്കെ, സോ applications share data through XML in APIs. Okay, next, RSS feed. ഈ പുതിയ വെബ്സൈറ്റ്സ് ഒക്കെ തന്നെ XML യൂസ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പുതിയ വെബ്സൈറ്റുകളൊക്കെ തന്നെ XML യൂസ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നത്. ഡോക്യുമെന്റ് ഫോർമാറ്റ്സ്, വേർഡ് .docs, അതുപോലെ തന്നെ എക്സൽ ആണെന്നുണ്ടെങ്കിൽ .xlsx. ഇന്റേർണലി യൂസ് XML. ഓക്കെ, ഇവരൊക്കെ തന്നെ ഇന്റേർണലി XML യൂസ് ചെയ്യുന്നുണ്ട്. സോ വേർഡ് .docs ആൻഡ് XLSX ഇന്റേർണലി യൂസ് XML എന്ന് പറയാം. ഓക്കെ, XML സിൻടാക്സ് റൂൾസ്. ഇനി നമുക്ക് ഈ XML റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം XML റൈറ്റ് ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. XML എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു റൂൾ എങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ XML അവിടെ എറർ കാണിക്കും. ഓക്കെ, XML is very strict. If you break even one rule, XML will show an error. Okay, rule 1 എന്താ? XML must have one root element. ഓക്കെ, അതായത് XMLന് മസ്റ്റ് ആയിട്ടും ഒരു റൂട്ട് എലമെന്റ് എങ്കിലും ഉണ്ടാവണം. സോ XML മസ്റ്റ് ഹാവ് വൺ റൂട്ട് എലമെന്റ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ XML ഫയലിനും മസ്റ്റ് ആയിട്ടും ഒരു മെയിൻ എലമെന്റ് ഉണ്ടാവണം. ഓക്കെ, എവരി XML ഫയൽ മസ്റ്റ് ഹാവ് ഓൺലി വൺ മെയിൻ എലമെന്റ്. ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടാവില്ലേ, അത് മസ്റ്റ് ആയിട്ടും റിട്ടേൺ ഇൻസൈഡ് ദിസ് റൂട്ട് എലമെന്റ്. ആ ഒരു റൂട്ട് എലമെന്റ്, അതായത് ഒരു റൂട്ട് എലമെന്റ് ഉണ്ടായിരിക്കണം, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും ഈ ഒരു റൂട്ട് എലമെന്റിന്റെ അകത്തായിരിക്കണം റിട്ടേൺ ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, സോ റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത് എന്താ? അതായത് മറ്റുള്ള എല്ലാ എലമെന്റ്സിന്റെയും പാരന്റ് ആണ് റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൂട്ട് എലമെന്റ് ഉണ്ടാവും, ചൈൽഡ് എലമെന്റ് ഉണ്ടാവും, റൈറ്റ്? അപ്പൊ റൂട്ട് എലമെന്റ്സ്, മറ്റുള്ള എല്ലാ എലമെന്റ്സിന്റെയും പാരന്റ് ആണ് റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത്. കറക്റ്റ് എക്സാമ്പിൾ, ലൈബ്രറി. ലൈബ്രറി എന്ന് പറയുമ്പോൾ ബുക്ക്, ദെൻ ജാവ ക്ലോസ് ചെയ്തു, ബുക്ക് ക്ലോസ് ചെയ്തു, ദെൻ ലൈബ്രറി. ഓക്കെ, സോ ലൈബ്രറി എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ അണ്ടറിൽ വരുന്ന എലമെന്റ്സ് ഒക്കെ എന്താ? ചൈൽഡ് എലമെന്റ് ആണ്. ഓക്കെ, അത് എന്തിന്റെ അകത്ത് വന്നിട്ടുള്ളത്? ഈ ഒരു മെയിൻ എലമെന്റിന്റെ അകത്ത്, ഇൻസൈഡ് ആണ് വന്നിട്ടുള്ളത്, റൈറ്റ്? ഇനി നമുക്ക് ഇതെങ്ങനെ അതായത് ഇതെങ്ങനെയാണ് തെറ്റാവുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ രണ്ട് റൂട്ട് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അതായത് ലൈബ്രറി ക്ലോസ് ചെയ്തു, സ്റ്റുഡന്റ് ക്ലോസ് ചെയ്തു. ഇത് രണ്ടും എന്തായിട്ടുള്ളത്? ഇപ്പം രണ്ട് റൂട്ട് എലമെന്റ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അലൗഡ് അല്ല. ഓക്കെ, രണ്ട് റൂട്ട് എലമെന്റ് ആയിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അലൗഡ് അല്ല. നെക്സ്റ്റ്, ടാഗ്സ് ആർ കേസ് സെൻസിറ്റീവ് സിമ്പിൾ എക്സ്പ്ലനേഷൻ. ഓക്കെ, ടാഗ്സുകളൊക്കെ തന്നെ കേസ് സെൻസിറ്റീവ് ആണെന്നാ പറഞ്ഞേ. ഓക്കെ, സെക്കൻഡ് റൂൾ ഇസ് ടാഗ്സ് ആർ കേസ് സെൻസിറ്റീവ്. ഈ XML അപ്പർ കേസസിനെയും ലോവർ കേസസിനെയും ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം N ക്യാപിറ്റൽ ലെറ്റർ, ഈ ഒരു നെയിമും നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നമ്മൾക്ക് കാണുന്ന സമയത്ത് അപ്പർ കേസസും ലോവർ കേസസും അല്ലാതെ വേറൊരു ഡിഫറൻസും കാണാൻ സാധിക്കുന്നില്ല, റൈറ്റ്?
പക്ഷേ ഈ ഒരു XML അപ്പർ കേസിനെയും ലോവർ കേസിനെയും ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്താണ്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടാഗുകളാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പൊ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നെയിം അജയ് നെയിം. ഓക്കെ, ഇത് രണ്ടും എന്താ, നെയിം ഇത് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഇനി വാലിഡ് അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, സ്മോൾ ലെറ്റർ വെച്ചിട്ട് തന്നെ അത് ക്ലോസ് ചെയ്തു, ആ ഒരു ടാഗ് ക്ലോസ് ചെയ്തു. ഇത് രണ്ടും ആക്ച്വലി സെയിം ആണ് ആൻഡ് ഓൾസോ വാലിഡും ആണ്. ഓക്കെ, ഇത് രണ്ടും എന്താ, സെയിം ആണ്, വാലിഡും ആണ്. പക്ഷേ ഇപ്പൊ എങ്ങനെയാണ് അത് ഇൻവാലിഡ് ആവുന്നത്? ഈ ഒരു ഫസ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുന്നത് അപ്പർ കേസ് വെച്ചിട്ടും ടാഗ് ക്ലോസ് ചെയ്യുന്നത് ലോവർ കേസിലായിട്ടും ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും വാലിഡ് അല്ല. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ എറർ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. ഓക്കെ, റൂൾ 3, proper nesting is required. Okay, proper nesting is required. Tag must open and close in the correct order. ടാഗ് മസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നതും കറക്റ്റ് ഓർഡറിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, ടാഗ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും മസ്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ തന്നെ ആയിരിക്കണം. നമുക്ക് ഒരിക്കലും അത് ഓവർലാപ്പ് ചെയ്യോ അല്ലെങ്കിൽ മിക്സ് ടാഗ് ചെയ്യാനായിട്ടോ സാധിക്കൂല. ഓക്കെ, അല്ലെങ്കിൽ മിക്സ് ടാഗ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, റോങ് നെസ്റ്റിംഗ്, അതായത് നെസ്റ്റിംഗ് റോങ് ആണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള നെസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, എറർ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇത് കറക്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു, ദെൻ അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു ലൈക്ക് ചൈൽഡ് എലമെന്റ്, അതായത് നെയിം റിയ, നെയിം ക്ലോസ് ചെയ്തു, സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടാഗും ക്ലോസ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ കറക്റ്റ് എക്സാമ്പിൾ. ഇവിടെ പ്രോപ്പർ ആയിട്ട് തന്നെയാണ് നെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ കേസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ് ഓപ്പൺ ചെയ്തു, ദെൻ നെയിം റിയ. പക്ഷെ ഇവിടെ എന്താ വരേണ്ടത്, ഈ ഒരു നെയിം ആണ് വരേണ്ടത്. ഈ ഒരു നെയിം ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ റൂട്ടിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. റൈറ്റ്? സോ ഇതെന്താണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, റൂൾ 4, എല്ലാ ടാഗും എവറി ടാഗ് മസ്റ്റ് ഹാവ് എ ക്ലോസിംഗ് ടാഗ്. നമ്മളിപ്പോൾ ഏതൊരു ടാഗ് എടുത്ത് കഴിഞ്ഞാലും അതിന് എം ടി ടാഗ് അല്ലാത്ത പക്ഷം എന്തുണ്ടാവണം, ക്ലോസിംഗ് ടാഗ് ഉണ്ടാവണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എന്ത് ചെയ്യണം, എല്ലാ ടാഗിനും മസ്റ്റ് ആയിട്ടും ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടാവണം. ഓക്കെ, സോ ഈ XMLന്റെ അകത്ത് എല്ലാ ടാഗും എന്തായിരിക്കണം, മസ്റ്റ് ബി ക്ലോസ്ഡ്. ഇപ്പൊ നമ്മൾ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടാഗും ക്ലോസ് ചെയ്യണം. ഇവിടെ വേറൊരു ഓപ്ഷണൽ, അതായത് there are no optional closing tag like in HTML. ഓക്കെ, സോ ഇവിടെ എന്തില്ല, HTML ഉള്ളതുപോലെ വേറെ ഓപ്ഷണൽ ആയിട്ടുള്ള ക്ലോസിംഗ് ടാഗുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാം തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ HTML PGDCA ടൈറ്റിൽ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി സെൽഫ് ആയിട്ടുള്ള ക്ലോസിംഗ് ടാഗ്സ് എന്തൊക്കെയാണ്, BR, HR, ദീസ് ആർ ദ സെൽഫ് ക്ലോസിംഗ് ടാഗ്സ്. ഓക്കെ, റൂൾ 5, attribute values must be quoted. ഓക്കെ, attribute values must be quoted. ഇവിടെ attributes എന്ന് പറയുന്നത്, അതായത് attributes must always use സിംഗിൾ കോട്ട്സ് ഓർ ഡബിൾ കോട്ട്സ്. ഓക്കെ, ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് എന്തിലായിരിക്കണം ഉണ്ടാവുന്നത്, സിംഗിൾ കോട്ടിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ടിലോ ആയിരിക്കണം ഉണ്ടാവുന്നത്. ഓക്കെ, വിത്തൗട്ട് കോഡ്സ്, അവിടെ കോഡ്സ് നമ്മൾ ഇടാത്ത പക്ഷം അവിടെ എന്ത് സംഭവിക്കും, XML എറർ കാണിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട് വാല്യൂസ് യൂസ് ചെയ്യുന്നതോ അത് മസ്റ്റ് ആയിട്ടും സിംഗിൾ കോട്ടിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ടിലോ ആക്കിയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പൊ സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ ഇതൊരു ആട്രിബ്യൂട്ട് ആണ്. റൈറ്റ്? അപ്പൊ സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ എന്ത് ചെയ്തു, 101. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ കോട്ട്സിൽ ഇട്ടു. ദെൻ അമിത് സ്റ്റുഡന്റ് ക്ലോസ് ചെയ്തു. ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിലോ, സ്റ്റുഡന്റ് റോൾ ഇസ് ഈക്വൽ ടു 101, അമിത് സ്റ്റുഡന്റ് ക്ലോസ് ചെയ്തു. ഇവിടെ സിംഗിൾ കോട്ടിലല്ല. ഓക്കെ, ആട്രിബ്യൂട്ട് ആയിട്ടും സിംഗിൾ കോട്ടിലല്ല. ദെൻ ഇവിടെ എന്ത് സംഭവിക്കും, എറർ, XML എറർ കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് is rule 6, XML comments. Okay, XML comments.
സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാം. കമാൻഡ്സ് എന്ന് പറയുന്നത് റിട്ടേൺ ലൈക്ക് HTML കമാൻഡ്സ്. ഓക്കെ, നമ്മളിപ്പോൾ HTML കമാൻഡ്സിൽ എങ്ങനെയാണോ റിട്ടേൺ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു XMLന്റെ അകത്തും കമാൻഡ്സ് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ ഇൻസൈഡ് ദ കമാൻഡ് യു കനോട്ട് യൂസ് ട്വൈസ്. ഓക്കെ, നമുക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ബട്ട് ഇൻസൈഡ് ദ കമാൻഡ് യു കനോട്ട് യൂസ് ദിസ് ട്വൈസ്. സോ കമാൻഡ്സ് ഒക്കെ തന്നെ റിട്ടേൺ ചെയ്യുന്നത് ലൈക്ക് HTML കമാൻഡ്സ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താ? ദിസ് ഇസ് ദ കമാൻഡ്. ഇതാണ് ഒരു കമന്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, റൂൾ 7 XML ഡിക്ലറേഷൻ ഓപ്ഷണൽ ബട്ട് റെക്കമെൻഡഡ്. ഓക്കെ, XML ഡിക്ലെയർ ചെയ്യുന്നത് ഇത് ഓപ്ഷണൽ ആണ്, പക്ഷേ അതായത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു ലൈൻ കംസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ XML ഫയൽ. ഓക്കെ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വരുന്നത് ഏറ്റവും ടോപ്പിൽ, XML ഫയലിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ ഒരു ലൈൻ വരുന്നത്. ഓക്കെ, ദിസ് ലൈൻ കംസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ XML ഫയൽ. ഇറ്റ് ടെൽസ്, ഇതെന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? XML വേർഷൻ, ക്യാരക്ടർ എൻകോഡിംഗ് ഒക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, XML വേർഷനും അതുപോലെ തന്നെ ക്യാരക്ടർ എൻകോഡിംഗും ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇറ്റ് ടെൽസ് ദ XML വേർഷൻ, ക്യാരക്ടർ എൻകോഡിംഗ്. XML വേർഷൻ എന്ന് പറയുന്നത് എന്താ? 1.0. എൻകോഡിംഗ് എന്ന് പറയുന്നത് എന്താ? UTF-8. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്, XML ഡിക്ലറേഷൻ. ഇനി എക്സാമ്പിൾ ഓഫ് എ കംപ്ലീറ്റ് XML ഡോക്യുമെന്റ്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള XML ഡോക്യുമെന്റിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് XML ഡോക്യുമെന്റിന്റെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, XML വേർഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1.0, എൻകോഡിംഗ് ഇസ് ഈക്വൽ ടു UTF-8. ഓക്കെ, XML വേർഷൻ ഇസ് 1.0, എൻകോഡിംഗ് ഇസ് ഈക്വൽ ടു UTF-8. സ്റ്റുഡന്റ് ഓപ്പൺ ചെയ്തു, നെയിം കൊടുത്തു റോഹൻ ആൻഡ് നെയിം ക്ലോസ് ചെയ്തു, ഏജ് കൊടുത്തു 20, ഏജ് ക്ലോസ് ചെയ്തു. ദെൻ സ്റ്റുഡന്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഓക്കെ, സ്റ്റുഡന്റ് നെയിം റോഹൻ, നെയിം ക്ലോസ് ചെയ്തു, ഏജ് 20, ഏജ് ക്ലോസ് ചെയ്തു, സ്റ്റുഡന്റ് ക്ലോസ് ചെയ്തു. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ കംപ്ലീറ്റ് XML ഡോക്യുമെന്റ്. ഓക്കെ, ഇത് എന്തായിരുന്നു? ഡിക്ലറേഷൻ ആണ്. ഓക്കെ, ഇതാ XML ഡിക്ലറേഷൻ ആണ് ഇത് കൊടുത്തേക്കുന്നത്. ദെൻ സ്റ്റുഡന്റ്, ഇതെന്താ? റൂട്ട് എലമെന്റ് ഉണ്ട്. ആ ഒരു റൂട്ട് എലമെന്റിന്റെ അകത്ത് തന്നെ നെസ്റ്റഡ് ആയിട്ട് തന്നെയാണ് ബാക്കിയുള്ള ചൈൽഡ് എലമെന്റ് ഉള്ളത്. ദെൻ ആ ഒരു എലമെന്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ്, XML tags and elements. Okay, XML tags and elements. Now we will learn how XML tags and elements work. ഇനി നമുക്ക് എങ്ങനെയാണ് XML tagsഉം അതുപോലെ തന്നെ elementsഉം ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് XML tagsഉം elementsഉം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഈ XML tags എന്ന് പറയുന്നത്? What are XML tags? Tags എന്ന് പറയുന്നത് are names. Okay, written inside the angle bracket. Right. സോ എന്താണ് XML ടാഗ് എന്ന് പറയുന്നത്? ആക്ച്വലി ടാഗ് എന്ന് പറയുന്നത് ആംഗിൾ ബ്രാക്കറ്റിന്റെ അകത്ത് എന്തൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്തോ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? XML ടാഗ്സ് എന്നാണ് പറയുന്നത്. സോ ഈ XMLന്റെ അകത്ത് ടാഗ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് അല്ല. ഓക്കെ, HTML പോലെ ഒരിക്കലും ടാഗ് പ്രീ ഡിഫൈൻഡ് ആയിരിക്കില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓൺ ടാഗ്, അതായത് ആ ഒരു ഡേറ്റ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓൺ ടാഗ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, XML ടാഗ് എന്ന് പറയുന്നത് നമ്മൾ, അതായത് യൂസർ ഡിഫൈൻ ചെയ്യുന്നതാണ്. പക്ഷെ HTMLന്റെ അകത്തോ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗുകൾ ഉണ്ടാവും. അതായത് നമ്മൾ ഒരുപാട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗുകളെ കുറിച്ചിട്ട് HTMLന്റെ അകത്ത് പറഞ്ഞു. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം തോന്നുന്നില്ല. റൈറ്റ്, അതുകൊണ്ട് തന്നെ XML ടാഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള, അതായത് പ്രീ ഡിഫൈൻഡ് അല്ല, നമ്മൾ തന്നെ ആ ഒരു ഡേറ്റ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ XML ടാഗ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് എ വാലിഡ് XML ടാഗ്സ്. വാലിഡ് ആയിട്ടുള്ള XML ടാഗ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് വാലിഡ് XML ടാഗ്സ്. സോ ബുക്ക്, സ്റ്റുഡൻറ്, കമ്പനി. ഓക്കെ, ബുക്ക്, സ്റ്റുഡൻറ്, കമ്പനി, അങ്ങനെ നമ്മൾക്ക് എന്ത് വേണോ ബേസ്ഡ് ഓൺ ആ ഡേറ്റ നമുക്ക് ഈ ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
നമുക്ക് മീനിങ് ആയിട്ടുള്ള ഏതൊരു ടാഗ് നെയിം വെച്ചിട്ടും നമുക്ക് ടാഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. XML നമുക്ക് എന്താ തരുന്നത്? ഫ്രീഡം ടു ഡിഫൈൻ യുവർ ഓൺ ടാഗ്സ്. ഓക്കെ, XML ഗിവ്സ് യു ദ ഫ്രീഡം ടു ഡിഫൈൻ യുവർ ഓൺ ടാഗ്സ്. എന്താണ് ഈ XML എലമെന്റ്സ്? വാട്ട് ആർ XML എലമെന്റ്സ്? XML എലമെന്റ് എന്ന് പറയുന്നത് മെയ്ഡ് അപ്പ് ഓഫ് 3 പാർട്സ്. ഓക്കെ, ഒരു XML എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ 3 പാർട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഒരു സ്റ്റാർട്ട് ടാഗ് ഉണ്ടാവും, കോണ്ടന്റ് ഉണ്ടാവും, ഒരു എൻഡ് ടാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ XML എലമെന്റ് is made up of 3 parts: സ്റ്റാർട്ട് ടാഗ്, കോണ്ടന്റ്, എൻഡ് ടാഗ്. അപ്പൊ എലമെന്റ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാർട്ട് ടാഗും കോണ്ടന്റും എൻഡ് ടാഗും എല്ലാം കൂടിയിട്ടുള്ളതാണ് XML എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ടാഗ്, കോണ്ടന്റ്, എൻഡ് ടാഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? PGDCA കൊടുത്തു, ആ ഒരു കോഴ്സ് ക്ലോസ് ചെയ്തു. ഈ ഒരു എക്സാമ്പിളിന്റെ അകത്ത് സ്റ്റാർട്ട് ടാഗ് എന്താണ്? കോഴ്സ്. ഓക്കെ, കോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ട് ടാഗ് എന്ന് പറയുന്നത്. ദെൻ PGDC എന്താ? നമ്മുടെ കോണ്ടന്റ് ആണ്. ആ ഒരു കോണ്ടന്റ് എന്താണ് കോഴ്സ്? അതൊരു കോണ്ടന്റ് ആയിരിക്കും, റൈറ്റ്? സോ PGDC is a content. Then this is the ഈ ഒരു കോഴ്സ് ക്ലോസ് ചെയ്യുന്നത് എന്താ? എൻഡ് ടാഗ് ആണ്. സോ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ടാഗ്, സ്റ്റാർട്ട് ടാഗ്, ഫോളോഡ് ബൈ കോണ്ടന്റ് ടാഗ് ആൻഡ് എൻഡ് വിത്ത് എൻഡ് ടാഗ്. ഓക്കെ, നെയിമിംഗ് റൂൾസ് ഫോർ XML ടാഗ്സ്. ഈ XML ടാഗ്, അതായത് നെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ്, XML ടാഗിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടാഗ് നെയിം മസ്റ്റ് ഫോളോ സർട്ടൻ റൂൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടാഗ് നെയിം കുറച്ച് സർട്ടൻ ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യണം. ദേ കനോട്ട് ബി റിട്ടേൺ റാൻഡംലി. ഇത് നമുക്ക് റാൻഡം ആയിട്ട് റിട്ടേൺ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റൂല. ഓക്കെ, ദേ കനോട്ട് ബി റിട്ടേൺ റാൻഡംലി. റാൻഡം ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നെയിം അവിടെ കൊടുക്കാനായിട്ട് സാധിക്കൂല. മസ്റ്റ് ആയിട്ടും ബിഗിൻ വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഓക്കെ, അതായത് ഇത് മസ്റ്റ് ആയിട്ടും ഒരു ലെറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ വെച്ചിട്ടോ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബിഗിൻ ചെയ്യുന്നത്, ഓക്കെ, തുടങ്ങുന്നത്. ഇത് ഒരിക്കലും ഒരു നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, സ്പേസസ് ഒന്നും തന്നെ ഇവിടെ അലൗ ചെയ്യുന്നില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്താ ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം, റൈറ്റ്? ഇതൊക്കെ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് നമ്മൾക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. cannot start with XML. Okay, reserved. Okay, ഇതൊരിക്കലും നമ്മൾ XML വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. സോ ദീസ് ആർ ദ നെയിമിംഗ് റൂൾസ് ഫോർ XML ടാഗ്സ്. കറക്റ്റ് ആയിട്ടുള്ള ടാഗ് നെയിംസ് എന്താ? സ്റ്റുഡന്റ്, കോഴ്സ് കൊടുത്തു, ചാപ്റ്റർ 2. ഇൻകറക്റ്റ് ആയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് ടു സ്റ്റുഡൻസ്, സ്റ്റുഡന്റ് നെയിം, അതായത് സ്റ്റുഡന്റ് നെയിം, ഇവിടെ സ്പേസ് വന്നു, റൈറ്റ്? ഇവിടെ സ്റ്റുഡൻസ്, ഇവിടെ നമ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സ്റ്റുഡന്റ് നെയിം, അണ്ടർസ്കോർ കോഴ്സ്, അതുപോലെ തന്നെ ചാപ്റ്റർ 2. ഓക്കെ, ഇങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് നെയിംസ് വരാം. പക്ഷേ ഇവിടെ എന്ത് വരാൻ പാടില്ല? ഈ നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, സ്പേസ് ഉണ്ടാവാൻ പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ XML വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെസ്റ്റഡ് എലമെന്റ്സ് എക്സാമ്പിൾ ആണ്. ഓക്കെ, XML ഡേറ്റാസ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രക്ചേർഡും അതുപോലെ തന്നെ ഹൈറാർക്കിക്കൽ വേലും ആണ്. ഓക്കെ, XML റെപ്രസെന്റ് ഡേറ്റ ഇൻ എ സ്ട്രക്ചേർഡ് ഹൈറാർക്കിക്കൽ വേ. അത് മീൻ ചെയ്യുന്നത് എന്താ? എലമെന്റ്സ് എല്ലാം തന്നെ ഓഫൻ നെസ്റ്റഡ് ഇൻസൈഡ് ഈച്ച് അതർ. ഓക്കെ, ഈ എലമെന്റുകൾ എല്ലാം തന്നെ നെസ്റ്റഡ് ഇൻസൈഡ് ഈച്ച് അതർ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോളേജ്, ഡിപ്പാർട്ട്മെന്റ്. ഈ കോളേജിന്റെ അകത്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത്, സ്റ്റുഡന്റ് വന്നിട്ടുള്ളത്. ദെൻ നെയിം കൊടുക്കുവാണ് ദിവ്യ, നെയിം ക്ലോസ് ചെയ്തു. റോൾ നമ്പർ 12, റോൾ നമ്പർ ക്ലോസ് ചെയ്തു. സ്റ്റുഡന്റ്, ഡിപ്പാർട്ട്മെന്റ്, കോളേജ് ക്ലോസ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ നെസ്റ്റഡ് എലമെന്റ് എക്സാമ്പിൾ. ഓക്കെ, സോ ഈ ഒരു കോളേജ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഇവിടെ കോളേജ് ആണ് നമ്മുടെ പാരന്റ് എലമെന്റ് അഥവാ റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് തൊട്ടിട്ട് ഇങ്ങോട്ടേക്കുള്ള എലമെന്റ്സ് ഒക്കെയോ? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താ? കോളേജിന്റെ ചൈൽഡ് എലമെന്റ് ആണ്. സോ കോളേജ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ചൈൽഡ് എലമെന്റ് ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സബ് ചൈൽഡ് എലമെന്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെയും സബ് ആയിട്ട് വരുന്നതാണ്. സോ ദാറ്റ് സബ് ചൈൽഡ് എലമെന്റ് ആണ്.
നെയിമും റോൾ നമ്പർ അങ്ങനെ കുറച്ച് ആട്രിബ്യൂട്ട്സ് പോലെ തന്നിട്ടുണ്ട്, റൈറ്റ്? അതെന്തായിരിക്കും? ലീഫ് എലമെന്റ് ആണ്. ഓക്കെ, നോ ചിൽഡ്രൻ, ഇതിന് ചിൽഡ്രൻസ് ഉണ്ടാവില്ല. ഓക്കെ, ചിൽഡ്രൻ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഇതിന്റെ അണ്ടറിലായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ നെയിമും റോൾ നമ്പർ അതുപോലെ തന്നെ കോഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലീഫ് എലമെന്റ് ആണ്. സോ ഈ ഒരു നെസ്റ്റിംഗ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്? ഓക്കെ, ദിസ് നെസ്റ്റിംഗ് ഹെൽപ്സ് XML represent real world data clearly and neatly. Okay, this nesting helps XML represent real world data clearly and neatly. Okay, സോ XML എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർ ചെയ്യാനും, അതായത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് XML യൂസ് ചെയ്യുന്നത്. XMLന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഒരുപാട് റൂൾസ് അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ടാഗുകളും എലമെന്റ്സ് ഒക്കെ തന്നെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആ ഒരു ഡേറ്റന്റെ മീനിങ്ങിനെയാണ് ഈ ഒരു ടാഗും അതുപോലെ തന്നെ എലമെന്റ്സും ഒക്കെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.